ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചിക്കനോ ബീഫോ ഒന്നുമില്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ലഞ്ച് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുട്ട വെച്ചിട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല പൊള്ളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. മുട്ട ആദ്യമേ പുഴുങ്ങി വെക്കണം കേട്ടോ. ഞാനിവിടെ 5 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഞാൻ ഇവിടെ മുളക് പൊടി എടുക്കുന്നത് കാശ്മീരിയാണ്, അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ മസാല നന്നായിട്ട് മുട്ടയിൽ പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട. വെള്ളം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ മുട്ടയിൽ പിടിക്കുകയില്ല. അപ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ എത്ര പേരുണ്ടോ, എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എടുക്കുക. അപ്പം നന്നായിട്ട് മുട്ട ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇത്രയും കൂടി ഒന്ന് വെള്ളം തളിക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് മസാല കോട്ട് ചെയ്ത് കിട്ടാനായിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മസാല മുട്ടയിൽ നന്നായിട്ടൊന്ന് പെരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പറ്റുമെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആദ്യമേ ഇത് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ബാക്കി പണി ചെയ്യുകയാണെങ്കിൽ മുട്ട നന്നായിട്ട് മസാലയിൽ പിടിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ അത്യാവശ്യം നല്ലോണം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ഏലക്ക, 3 ഗ്രാമ്പു, അത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചോറ് നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ വിട്ടുപോകണ്ട. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ കുതിർത്തി വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് കുതിർത്തിയിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർക്കാൻ. ഞാൻ ഇവിടെ സെല്ല ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കരുത്. ഇതുപോലെ ഒരു 90%, അല്ലാതെ ഭയങ്കരമായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോൾ അല്ലാണ്ട് കുഴഞ്ഞു പോകും. അപ്പോൾ 90% ഞാൻ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് ഊറ്റി മാറ്റി വെക്കാം. ചൂട് പോകാൻ വേണ്ടി ഫാനിൻ്റെ ചോട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് വേറെ തന്നെ വിട്ട് വിട്ട് കിട്ടും. അപ്പോൾ അരി അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി മസാല ഉണ്ടാക്കാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ടും അടുപ്പിലായിട്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കാണിക്കുമ്പോൾ ഞാൻ രണ്ടും വേറെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം വേണം, എന്നാലേ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു മാഗി ക്യൂബ്, പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് കുരുമുളക് 1/2 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്, 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടി ചേർക്കണം. ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്, എടുത്തു വെച്ചിട്ട് മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം അപ്പോഴാണ് മന്തിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ഉണക്കനാരങ്ങ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. കാരണം അതില്ലാണ്ട് ചെയ്തിട്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാളയും അതേപോലെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി അങ്ങോട്ട് ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട. നമ്മൾ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എരിവ് കൂടും. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ഇങ്ങനെ എപ്പോഴും തെളിഞ്ഞ് കാണണം, അപ്പോഴാണ് കൂടുതൽ നന്നായിട്ട് വരിക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക. ഒട്ടും തന്നെ ആ ഒരു പച്ചച്ചവ ഉണ്ടാവാൻ പാടില്ല.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതാണ് നമുക്കിനി ചേർക്കാനുള്ളത്. മുട്ട നമ്മളല്ലാതെ ഫ്രൈ ചെയ്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചേർത്താൽ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ആ ബൗളിൽ മസാല ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നാലേ ആ കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ. മസാല നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മന്തി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സിമ്പിളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ട ഇട്ടിട്ട് പിന്നെ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയും ചെയ്താൽ മതി. അതിനുശേഷം മസാലയിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചോറ് ഇടുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ നല്ലോണം ഊറ്റിയിട്ടുള്ള ചോറായിരിക്കണം. അതുപോലെ തന്നെ മസാല നമ്മൾ തീ കുറച്ച് വെക്കണം, ഇല്ല അടിയിൽ പിടിക്കും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് മഞ്ഞൾ കലക്കിയത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അത് ചേർത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കനലിട്ടിട്ടുണ്ട്. അതൊന്ന് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ലപോലെ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും, മന്തിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അലുമിനിയം ഫോയിൽ ഇല്ലേ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ഇരുന്നോളും. അപ്പം ഞാനിത് അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വെക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നാൽ മതി. അപ്പം നന്നായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ, നമ്മൾ ആ കനലിട്ടത് കൊണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മേലത്തെ ചോറ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മഞ്ഞ കളർ എല്ലാവരും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് സൂക്ഷിച്ച് അടിയിൽ നിന്ന് ഇളക്കിയെടുക്കാം. കാരണം മുട്ട ആയതുകൊണ്ട് തന്നെ മുട്ട പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കിയെടുക്കുക. ആദ്യം തന്നെ ഞാൻ മുട്ട ഒന്ന് ഇതേപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചോറ് മൊത്തമായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കുഴച്ചെടുക്കരുത്, സൂക്ഷിച്ച് ഇളക്കുക. അപ്പോൾ അതേ നമ്മുടെ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചോറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഫ്ലേവറൊക്കെ ഉള്ള നല്ല സൂപ്പർ ചോറാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ലഞ്ചിന് എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണക്കനാരങ്ങ ഞാൻ ചേർക്കാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം ആ മന്തിയുടെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അതും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അതില്ലാത്തവർ മാത്രം ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. കാരണം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിത് ചെറിയ കുട്ടികൾക്ക് കൊടുത്താലും അവരെന്തായാലും കഴിക്കും. കാരണം ഒരുപാട് സ്പൈസി ഒന്നും അല്ല, അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ഫ്ലേവറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മോന് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തിയുടെ കൂടെ സെർവ് ചെയ്യാനായിട്ട് മയണൈസും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.